ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പരിചയപ്പെടുത്താണ് കേട്ടോ. ഒരു ന്യൂഡ് കാജലാണ് കേട്ടത്. ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ന്യൂഡ് കാജലാണ്. മാർസിൻ്റെ ഒരു കാജലാണ് കേട്ടോ ഇത്. ഇതിങ്ങനെയാണ് വരിക പാക്കിൽ. ഇതാണ് നമ്മുടെ ന്യൂഡ് കാജൽ. ഇത് അതിൻ്റെ കൂടെ ഒരു ഷാർപ്പനറും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു കളറായിരിക്കും. നമ്മൾ വൈറ്റ് കാജലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, വേറെ കളർ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇച്ചിരി കണ്ണിന് ഇച്ചിരി വലിപ്പം തോന്നണ പോലെയൊക്കെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉപയോഗം. വൈറ്റ് ആകുമ്പോൾ നമുക്കതിങ്ങനെ പെട്ടെന്ന് കാണും, എന്തോ ഒരു വൈറ്റ് വേറെ കളർ പോലെ തോന്നും. പക്ഷേ ഈ ഒരു കാജലിന് അങ്ങനെ തോന്നില്ല. നമ്മുടെ കണ്ണൊക്കെ ഇച്ചിരി വിടർന്ന പോലെ നിൽക്കും. അപ്പോൾ ചെറിയ കണ്ണുള്ളവർക്കൊക്കെ നല്ലതാണ് കണ്ണ്. അപ്പോൾ ഇതിൻ്റെ മേലെയും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കണ്ണിന് ഇത്തിരി വിടർന്ന പോലെ നിൽക്കൂട്ടാ. അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും കേട്ടോ. വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ല, ഒരു ന്യൂഡ് കളർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. മാർസിൻ്റെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 299 രൂപയ്ക്കാണ് കേട്ടോ അത് നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. 1.4 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയണത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് വാക്സ്, അതുപോലെ തന്നെ പാരഫിൻ, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ, ഇത്തിരി മോയ്സ്ചർ കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ വാക്സസ്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാജലായാലും നമ്മളത് അത്ര നല്ലതൊന്നുമില്ല. കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാജലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഡെയിലി യൂസിന് അത്ര നല്ലതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഇതിൽ ടൈറ്റാനിയം ഡൈഓക്സൈഡ്, അയൺ ഓക്സൈഡുകൾ അങ്ങനത്തെയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് ഡെയിലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് അത്ര നല്ലതൊന്നും ആവില്ലല്ലോ. എത്രയൊക്കെ ആയാലും ഇത്രയും കെമിക്കലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് വിടർന്ന പോലെ തോന്നും. പിന്നെ ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഈ കറുപ്പൊക്കെ ഒന്ന് കുറയണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ കാജലുകൊണ്ട് എഴുതുമ്പോൾ നന്നായി പരക്കും, പക്ഷേ ഇതാവുമ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ തിരി പ്രകാശം വരണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. എനിക്കിത് ഇഷ്ടമായി. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഇതിങ്ങനെ ഷാർപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് വയ്ക്കാം. നല്ലൊരു ഷാർപ്പനർ തന്നെയാണ് കേട്ടോ അത്. നല്ല ഷാർപ്പനർ. സാൻഡ് ഡ്യൂൺസ് എന്നാണ് കേട്ടോ ഈ കാജലിൻ്റെ പേര്. കാജൽ സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ സാൻഡ് ഡ്യൂൺസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മാർസിൻ്റെ സാൻഡ് ഡ്യൂൺസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാജൽ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ 2029 വരെയും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് കേട്ടോ. 2029 വരെ. അപ്പോൾ ഒരു 3 വർഷമൊക്കെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഭയങ്കര അതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.